പ്രതാപേട്ട മിണ്ടരുത്. നീ ഇത്രയും വൃത്തികെട്ടോടും വഞ്ചകയാണെന്ന് ഇന്നാ ഞാൻ തിരിച്ചറിഞ്ഞത്. പ്രതാപൻ, നീ തെറ്റിദ്ധരിക്കരുത്. ഇത് ചതിയാണ്. ഒരക്ഷരം മിണ്ടരുത്. ഒരു സഹോദരനെ പോലെ നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. ആ നീ എന്റെ ഭാര്യയായി. പ്രതാപേട്ട പ്രതാപൻ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പത്മ നിനക്ക് തരാൻ എന്നെ കൊണ്ട് കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിപ്പിച്ചു. ഞാനത് കൊടുക്കാനായി മുറിയിൽ വന്നപ്പോ പുറകെ വന്ന ഇവള് മുറി പുറത്തു നിന്ന് പൂട്ടുകായിരുന്നു. പിന്നെ ഗിഫ്റ്റുകള് എങ്കിലേ ആ ഗിഫ്റ്റുകൾ എന്താന്ന് പ്രതാപനൊന്ന് കാണിച്ചേ. ഇതാണോ ഗിഫ്റ്റിന്റെ പാക്കറ്റ്? അതെ, സർപ്രൈസ് ഗിഫ്റ്റായി നാളെ ഞാൻ പ്രതാപേട്ടന് കൊടുക്കാനിരുന്നതാ. ഇത്തരം ഷർട്ടുകൾ പ്രതാപൻ ഇടാറുണ്ടോ? ഇത്രയും ഷർട്ടല്ല ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്. ഞാൻ മേടിച്ചതല്ല. പ്രതാപൻ പാന്റ് ഇടാറുണ്ടോ? ഇത്തരം ചെരുപ്പുകള് പ്രതാപൻ ഇടാറുണ്ടോ? അതിരിക്കട്ടെ, ഇമാതിരി വാച്ചുകളാണോ പ്രതാപൻ കെട്ടാറുള്ളത്? ഇതൊക്കെ ചതിയാണ്. ഇതിൽ എന്തൊക്കെയോ തിരുമറി നടന്നിട്ടുണ്ട്. തിരുമറി? ഇതേ ഇവന് വേണ്ടി ഇവള് വാങ്ങിയ ഗിഫ്റ്റുകളാ. നാളെ വെഡിങ് ആനിവേഴ്സറിയാ. അതിന്റെ തലേ ദിവസം കൂടി ഇവനെ മുറിയിൽ കയറ്റി ഇമ്മോറലായി ഇടപെടുകയും ഗിഫ്റ്റുകൾ കൊടുക്കാനും നീ ചെയ്തതിന്റെ തെളിവാ ഇതൊക്കെ. പ്രതാപേട്ട, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഇവരീ പറയുന്നേ. നമ്മളെ തമ്മിൽ അകറ്റാനും നമ്മുടെ ബന്ധം തകർക്കാനും വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് പ്രതാപേട്ട ഇത് വിശ്വസിക്കരുത്. നിന്നെ വിശ്വസിച്ചതും പ്രാണന തുല്യം സ്നേഹിച്ചതുവാ എന്റെ തെറ്റ്. നിന്നെ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. പ്രതാപേട്ട, ഞാൻ നിരപരാധിയാ. നീ നിരപരാധിയോ?